ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നൽകുന്ന സമാധാനം, സന്തോഷം, പ്രത്യാശ, ആനന്ദം, നിത്യജീവൻ ഇവയെല്ലാം സ്വന്തമാക്കി ജീവിക്കുവാനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്നു വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കുറച്ചും കൂടി ദൈവവചനം പഠിക്കണം, കുറച്ചും കൂടി ജപമാലകളൊക്കെ ചൊല്ലണം, വിശുദ്ധ കുർബാനയിലൊക്കെ വിശുദ്ധിയോടുകൂടി പങ്കെടുത്ത് കുമ്പസാരിച്ച് അങ്ങനെയൊക്കെ ആത്മീയ ജീവിതത്തിൽ പല വിധത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിർഭാഗ്യവശാൽ പലപ്പോഴും പലർക്കും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ നോമ്പുകാലത്ത് നമ്മൾ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകുന്നത് എന്ന്. ഇവിടെ വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദുഷ്ടചിന്തയും അതുപോലെ തന്നെ വ്യഭിചാരവും ദുരാഗ്രഹവും ഭോഗാസക്തിയും അസൂയയും അഹങ്കാരവും ആഡംബര ജീവിതവും ലോകത്തിൻ്റെതായ സുഖമോഹങ്ങളും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആത്മീയപരമായിട്ട് ആ വ്യക്തിക്ക് വളരുവാനായിട്ട് സാധിക്കത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഉദാഹരണം പറയുകയാണെങ്കിൽ വ്യഭിചാരം, ഹോസിയ 5:4, വ്യഭിചാരത്തിന്റെ ദുർബോധം അവരെ പിടികൂടിയിരിക്കുന്നതിനാൽ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പം അസൂയ ഒരു തിന്മയുടെ ആത്മാവാണ്. അതുപോലെ തന്നെ മൂഢത ഒരു തിന്മയുടെ ആത്മാവാണ്. അഹങ്കാരം ഒരു തിന്മയുടെ ആത്മാവാണ്. നുണ പറയുന്നത് ഒരു തിന്മയുടെ ആത്മാവാണ്. നുണയനും നുണയന്റെ പിതാവുമാണ് പിശാച്. വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട എത്ര സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്, നമ്മളിലുണ്ട് എത്ര സ്വഭാവ ഗുണങ്ങൾ. എങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മീയപരമായിട്ട് വളരുവാനായിട്ട് സാധിക്കുന്നത്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ അവസരം കൊടുത്താൽ സാത്താൻ നമ്മുടെ ആത്മാവിനെ കൊത്തിയെടുത്തുകൊണ്ട് നരകത്തിൽ കൊണ്ടിടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഹൃദയത്തിലുള്ള ഈ തിന്മയുടെ കെട്ടുകൾ അഴിയണം. ഈ തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞാൽ മാത്രമേ ആത്മീയപരമായിട്ട് എനിക്ക് വളരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആത്മീയപരമായിട്ട് ഞാൻ വളരണമെങ്കിൽ ഈ തിന്മയുടെ കെട്ടുകളെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഞാൻ പുറത്താക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയത്തിലുള്ള തിന്മയുടെ കെട്ടുകള്, ചില സ്വഭാവ ഗുണങ്ങള്, അത് തിന്മയുടെ അരൂപികളാണ്. ഈ തിന്മയുടെ അരൂപികളെ നമ്മൾ പുറത്താക്കണം. എങ്ങനെയാണ്? ഉപവാസത്താലും പ്രാർത്ഥനയാലും, ത്യാഗം നിറഞ്ഞ പ്രാർത്ഥനയോടെ, സഹനം സഹിച്ചുള്ള പ്രാർത്ഥനയിലൂടെ ഈ തിന്മയുടെ അന്ധകാര ശക്തികളെ നമ്മളിൽ നിന്ന് പുറത്താക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെ കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. അപ്പൊ നമ്മൾ വളരേണ്ടത് യേശുവിനെ കുറിച്ച് അറിയണം,
അവൻ്റെ കൃപയില്, അവനെക്കുറിച്ചുള്ള അറിവിലും നമ്മൾ വളരണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ഈ തിന്മയുടെ കെട്ടുകൾ അഴിയാതെ ക്രിസ്തുവിനെ അറിയുവാനോ ആ കൃപയിൽ വളരുവാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് കൂടുതൽ വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബജീവിതം, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ, ഭൗതിക മേഖലകളെ എല്ലാം സമൃദ്ധമായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.